വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രഞ്ജൂസ് വേൾഡ്. നമുക്കിന്നൊരു ചക്കപ്പഴ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. സോ ഇവിടെ ഒരു മലയാളി കടയിൽ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി എനിക്കും നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. പാല് 1 ലിറ്റർ, വെള്ളം 1 ലിറ്റർ, കാഷ്യൂ ആൻഡ് കിസ്മിസ്, നെയ്യ്, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജാക്ക് ഫ്രൂട്ട് പാലട മിക്സ്. അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ലിറ്റർ പാലും 1 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചു. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. Feels like love, Cupid made a shot straight into my heart. Now I'm falling fast and my world's expanding. Feels like love, even though we're kinda nervous. Together we'll be strong. I don't know for sure, all I know. Didn't know what hit me when we. അങ്ങനെ പാല് നന്നായിട്ട് തിളച്ച് വന്നിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ ആ മിക്സ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെ അടയും ചക്കപ്പഴവും നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്ക് അതുവരേക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചക്കപ്പായസം തിളച്ച് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പാലട കൺസിസ്റ്റൻസിലല്ല കേട്ടോ ഇരിക്കുന്നത്, കുറച്ച് ലൂസായിട്ടാണ്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 25 മിനിറ്റ്സ് ആയിരുന്നു. പക്ഷേ ഇത് 25 മിനിറ്റ്സ് എബോവ് ആയിട്ടുണ്ട്. പാലടയും ചക്കയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ കൺസിസ്റ്റൻസി മാത്രം കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കാഷ്യൂ ആൻഡ് കിസ്മിസ് വറുത്തിടാൻ പോകുന്നു. ചിലപ്പോൾ തണുത്ത് കഴിയുമ്പം അതിൻ്റെ കൺസിസ്റ്റൻസി നോർമൽ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ ഹോം മെയ്ഡ് നെയ്യാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ചക്കപ്പായസം റെഡിയായിരിക്കുകയാണ്. ഞാനതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി. ചക്കയുടെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക ലവേഴ്സിന് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷേ എനിക്കത്ര ഇഷ്ടമായില്ല. കാരണം ഞാനൊരു ചക്ക ലവറൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പക്ഷേ ചക്ക ലവേഴ്സ് ഉറപ്പായിട്ടും ഇത് ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് സെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചപ്പോൾ ഇതിൻ്റെ ലൂസ് കൺസിസ്റ്റൻസി മാറി നല്ല കൊഴുത്ത് നല്ല പാലട കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നി അതായിരുന്നു കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.